മെമ്മറൈസ് സ്ക്രിപ്ചർ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. ആ വാക്യത്തെയോ അല്ലെ 2-3 വാക്യങ്ങളെ, നിങ്ങളെ തട്ടി ഉണർത്തുന്ന ആ വാക്യങ്ങളെ നിങ്ങൾ ഫിസിക്കലായിട്ടുള്ള രീതിയിൽ പേപ്പറിലോ ബുക്കിലോ ജേർണലിലോ ഒക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാം. അത് സാവകാശം സ്ലോ ആയിട്ടുള്ള രീതിയിൽ എഴുതുമ്പോൾ നമ്മുടെ ബ്രെയിനിന് അത് പ്രോസസ്സ് ചെയ്യാൻ നാം സമയം കൊടുക്കും. ഇന്നത്തെ ഈ ഒരു ബിസി കാലഘട്ടത്തിൽ ഡിസ്ട്രാക്ഷൻസിൽ നിന്ന്, അതായത് നമ്മുടെ ശ്രദ്ധ തിരിപ്പിച്ചു വിടുന്ന പല കാര്യങ്ങളിൽ നിന്ന് ഇപ്രകാരമുള്ളൊരു സ്വഭാവം നമ്മൾ ചെയ്യുമെങ്കിൽ അതൊരു വലിയൊരു ഹെൽപ്പാവും. ചിലർക്ക് ബൈബിൾ വാക്യങ്ങൾ എഴുതി അത് കളർ ചെയ്യാൻ ഇഷ്ടമാണ്. അത് സയൻസ് തന്നെ പറയുന്നത് പല ഉത്കണ്ഠകളുള്ളവർക്ക് അത് വളരെ തെറാപ്യൂട്ടിക് ആണെന്ന്. അപ്പോൾ തിരുവഴുത്തിലെ വാക്യങ്ങൾ നമുക്ക് മെമ്മറൈസ് ചെയ്യാം, മനഃപ്പാഠമാക്കാം. അത് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ പകൽ ഉടനീളം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് അയവിറക്കാനും ഒക്കെയും അതൊരു സഹായമാവും. നമുക്ക് ന്യൂറോ സയൻസിൻ്റെ റിസർച്ചിൽ നിന്നറിയാം, കൈ കൊണ്ട് എഴുതുന്നത് നിമിത്തം ബ്രെയിനിലെ മെമ്മറി റിലേറ്റഡ് ഓർമ്മയുടെ ഭാഗങ്ങളെ കൂടുതൽ എൻഗേജ് ചെയ്യും. വെറുതെ കമ്പ്യൂട്ടറിലോ ഫോണിലോ ഒക്കെ ടൈപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ കൈ കൊണ്ട് എഴുതുന്നതിന് വലിയ ഗുണമുണ്ട് എന്ന് റിസർച്ച് തെളിയിച്ചിട്ടുണ്ട്. ആ സ്റ്റഡീസിലൊന്നും തിരുവഴുത്തിലെ വാക്യങ്ങൾ എഴുതുന്നതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല എങ്കിലും പല വിശ്വാസികളും മനസ്സിലാക്കിയിട്ടുള്ളൊരു സത്യം, വേദഭാഗങ്ങളും വേദവാക്യങ്ങളും എഴുതുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ വചനത്തെ കൂടുതൽ ഓർക്കുവാനും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുവാനും സാധിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ബൈബിൾ ശരിയായ രീതിയിൽ ധ്യാനിക്കേണ്ടത്? 9 കാര്യങ്ങൾ വിവരിക്കുന്ന സന്ദേശം നമ്മുടെ ചാനലിൽ കാണുക. അത് കാണുവാൻ താഴെ കാണുന്ന ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.